വെള്ളം സൂക്ഷിക്കുക എന്നത് വലിയൊരു ഇബാദത്താണ്, അറിയോ? വെള്ളം വേസ്റ്റ് ഒഴുകുന്ന ഒരു പുഴന്റെ അടുത്തു നിന്നാണ് നീ വുളു എടുക്കുന്നതെങ്കിൽ പോലും വുളു അമിതം ചെയ്യരുത്, മിതത്വം പാലിക്കണം. ഒഴുകുന്ന വെള്ളമല്ലേ, അതിപ്പോ ഒരു 10 പ്രാവശ്യം കഴുകിയാൽ എന്താ കുഴപ്പം? പറ്റില്ല, 3 പ്രാവശ്യമേ കഴുകാവൂ. അതാണ് സുന്നത്ത്. 1 പ്രാവശ്യം കഴുകലാണ് ഫർള്. വെള്ളം വേസ്റ്റാക്കരുത്. ഒഴുകുന്ന പുഴയാണ് നിന്റെ വീടിന്റെ മുമ്പിലൂടെ പോകുന്നതെങ്കിലും വെള്ളം വേസ്റ്റാക്കരുത്. ഒരു പുഴ പോലും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അറിയോ? പുണ്യനബി ഒരു പുഴ കണ്ടിട്ടില്ല, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കടലും കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കുളങ്ങൾ, കിണറുകൾ കണ്ടിട്ടുണ്ട്, ചെറിയ അരുവികൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് നബി തങ്ങൾ വെള്ളത്തിന്റെ മഹത്വം പറഞ്ഞു, നിങ്ങൾ വേസ്റ്റാക്കരുത്. വെള്ളം അള്ളാഹു നൽകുന്ന വലിയൊരു റഹ്മത്താണ്. അള്ളാഹുവിന് ശുദ്ധി ഇഷ്ടമാണ്. നമ്മുടെ നാട് ശുദ്ധിയുള്ള നാടാവണം. നമ്മുടെ പള്ളിയുടെയോ മദ്രസയുടെയോ പരിസരങ്ങളിൽ മൂത്രപ്പുരയുടെ ഗന്ധം വരരുത്, ദുർഗന്ധം വരരുത്. എന്തേ? അത്ത്ഹൂറു ശത്റുൽ ഈമാൻ. വൃത്തി എന്നത് ഈമാനിന്റെ പകുതിയാണ്. അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഹൗദൻ കരയും നമ്മുടെ മുസല്ലയും നമ്മുടെ പള്ളിയും അത് മുക്രിക്കാന്റെ ജോലി മാത്രമല്ല, നമ്മളെല്ലാവരുടെയും ജോലിയാണ് പള്ളി വൃത്തിയായി കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ. അവിടുത്തെ ബാത്റൂമും അവിടുത്തെ മതാഹിർ, തങ്ങൾ പറഞ്ഞങ്ങനെ പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞു, വജഅലു അലൈഹൽ മതാഹിർ, അവിടെ നിങ്ങൾ ശുദ്ധി വരുത്താൻ പറ്റുന്നതൊക്കെ പറ്റുമെങ്കിൽ പള്ളിക്കുള്ളിൽ ബഹൂറുകൾ പുകപ്പിക്കണം എന്നാണ്. ബഹൂർ അറിയില്ലേ? അറബികളെ കത്തിക്കുന്ന സാധനം. അങ്ങനെ പറയാം, അത് അറബികൾക്ക് മാത്രം പറഞ്ഞല്ല, നമുക്കൊക്കെ പറ്റൂത്. പണ്ടൊക്കെ ആളുകൾ ദാരിദ്ര്യമുള്ള കാലമായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അള്ളാഹു ചെറിയ നിയമത്തൊക്കെ തന്നിട്ടില്ലേ? ഒരു ബഹൂറൊക്കെ വാങ്ങി പള്ളിയൊക്കെ ഒന്ന് നല്ല സുഗന്ധമാക്കാൻ എന്താ പ്രയാസം? അള്ളാഹുവിന് ഇഷ്ടമാണത്. റമളാന് വരുമ്പോൾ പള്ളികൾ അലങ്കൃതമാകുന്നത് വേസ്റ്റാക്കരുത്. പക്ഷേ പള്ളിയെ റമളാനിന് വേണ്ടി സ്വീകരിക്കാൻ ഒന്ന് മൊഞ്ചാക്കി വെക്കുക. ഹബീബാ നബി തങ്ങൾ മദീന പള്ളിയെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചപ്പോൾ പുണ്യ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും തങ്ങളത് കണ്ടുകൊണ്ട് ചിരിച്ചുവെന്നും അബൂ മൂസ അൽ അശ്അരി തങ്ങളുടെ ഹദീസിൽ കാണാൻ കഴിയും.